ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ട്രക്ക് വീഡിയോ ഇടാറില്ല. കാരണം ഇപ്പോൾ ഒരു 3-4 ട്രിപ്പായിട്ട് സ്ഥിരമായിട്ട് ഒരേ സ്പോട്ടിലേക്ക് പോയിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് പോകുന്നത് ഞാൻ ഫുജറ സീപോർട്ട് തന്നെയാണ്. ലാസ്റ്റ് ഇട്ട വീഡിയോ അവിടെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഡിഫറൻറ്റ് ബാർജറ്റിലാണ് ഞാൻ ഓയിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇന്ന് റോഡിലൊക്കെ കുറേശ്ശെ മഞ്ഞുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചെറിയ മഞ്ഞുണ്ട് റോഡ് സൈഡിലൊക്കെ. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ലോഡ് ചെയ്യാൻ പോകുന്ന സ്പോട്ട് ജബലിലാണ്. ഞാൻ പറയാറുണ്ട്, മിക്ക ലോഡും എനിക്ക് ജബലിൽ നിന്നാണ്. നമ്മുടെ കസ്റ്റമറുടെ പേര് ഗൾഫ് ഓയിൽ. റോഡിൽ അത്യാവശ്യം മഞ്ഞുണ്ട്, കട്ട മഞ്ഞ തന്നെയാണ്. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ വളരെ സ്ലോയിലോ പോകാൻ പറ്റുള്ളൂ. ഹൈവേയിലേക്ക് എത്തിയിട്ടില്ല. ഈ സിഗ്നലിൽ കഴിഞ്ഞാൽ ഹൈവേയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. എനിക്ക് ഇവിടെ എത്താൻ അരമണിക്കൂർ വേണം ജബലിലേക്ക് എത്തണേ. ഇന്നിപ്പോൾ ലേറ്റ് ആവും. അത്യാവശ്യം നല്ല ട്രക്ക് ഉണ്ട്. മുന്നിൽ കാണുന്ന വണ്ടി ചൈനയുടെ വണ്ടി കേട്ടോ, GAC. എന്താ രസം നോക്കി വണ്ടി. ഒരുപാട് മോഡൽ വണ്ടിയിലൂടെ ചൈനയുടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, അതുപോലത്തെ മോഡലാണ് ഒരു വണ്ടി. ഡ്രാഗമാർട്ടിലുള്ള ഒരുപാട് വണ്ടികൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഷോർട്ടിൽ. ഹൈവേയിലെ മഞ്ഞ് കുറച്ച് കുറഞ്ഞുണ്ട്, കുഴപ്പമില്ല. വിസിബിലിറ്റി ഒക്കെ ഓക്കെയാണ്. ഞാൻ കമ്പിലെത്തി. ഇനിയിപ്പോൾ ഓയിൽ വെള്ളമൊക്കെ നോക്കണം. ഈ മാൻ വണ്ടിയിലെ ഓയിൽ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഫ്രണ്ടിലല്ല എൻ്റെ ഓയിൽ നോക്കണ സ്ഥലം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടയറിൻ്റെ ഉള്ളിലൂടെ കയറ്റി വേണം നോക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ കമ്പനിയിൽ തന്നെ ഡീസൽ അടിക്കാൻ നിർത്തിക്കാണ്. ഞങ്ങളുടെ എല്ലാ വണ്ടികളും കമ്പനിയിൽ തന്നെ ഡീസൽ അടിക്കുക. പോളൻ മുന്നേ ഇതൊക്കെ ചെക്ക് ചെയ്യണം. വണ്ടിയുടെ ഓസസ്, അതിൻ്റെ എക്സ്പയർ ഡേറ്റ്, ടയറിൻ്റെ PSI, ഇതെല്ലാം നമ്മൾ A to Z നോക്കണം. നോക്കിയിട്ട് വേണം നമുക്ക് വണ്ടി പുറത്ത് പോകണമെങ്കിൽ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ പിങ്ക് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യണം, വണ്ടിയുടെ A to Z ഡീറ്റെയിൽസ്. അതുമാതിരി ഈ ബോർഡൊക്കെ അതിനെ പ്ലഗ് കാർഡ് എന്ന് പറയാം. ഇതൊക്കെ കറക്റ്റാണോ നോക്കണം. അതുമാതിരി സ്പെയർ ടയറിൽ എയർ ഉണ്ടോ നോക്കണം. ഈ സൈഡിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടാകണം, ഫയർ എക്സ്റ്റിങ്ഷർ. അതിൻ്റെ ഡേറ്റൊക്കെ നമ്മൾ തുറന്ന് നോക്കണം, അതിൻ്റെ എക്സ്പയർ ഡേറ്റും ഇഷ്യൂ ഡേറ്റൊക്കെ. കാരണം നമ്മൾ ചെക്ക് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഗേറ്റിൽ സെക്യൂരിറ്റി വീണ്ടും ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് നോട്ടീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ വണ്ടി വീണ്ടും നമുക്ക് ബാക്ക് വരേണ്ടി വരും. A to Z ശരിയാക്കണം. അപ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ആവും ചെയ്യും. അതുപോലെ ബാക്കിലെ എല്ലാ കാര്യങ്ങളും നോക്കണം, A to Z നോക്കണം. സ്റ്റിക്കറുകൾ, അതുമാതിരി ലൈറ്റുകൾ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം വണ്ടി കൊണ്ടുപോകണമെങ്കിൽ. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക്ഷോപ്പിലുണ്ട്. അതുമാതിരി ഈ ബോണ്ടിങ്, അതുമാതിരി ഇതിൻ്റെ ക്യാപ്പ് കറക്റ്റാണോ നോക്കണം. ഓസിൻ്റെ, ഡീസലിൻ്റെ അങ്ങനെ മുകളിൽ സ്റ്റിക്കറുകളൊക്കെ ഉണ്ടോ നോക്കണം. അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ടയറിലും നമ്മൾ എല്ലാ ടയറിൻ്റെ PSI നോക്കണം. ഇത് വരും പൊട്ടണാട്ടോ. ഇത് 5th വീലിൻ്റെ ലോക്കാണ്. ഇതെപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ലൈറ്റുകൾ, യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് ലൈറ്റുകൾ, സ്റ്റിക്കറുകൾ, ഇതൊക്കെ നമ്മൾ നോക്കണം വണ്ടി പോകുന്നതിന് മുന്നേ. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സൈഡത്തെ പ്ലഗ് കാർഡ്, അതേപോലെ നമ്മൾ ലോഡിങ് പോയിൻറ്റിൻ്റെ ബോക്സ് തുറന്ന് നോക്കണം. എല്ലാവരും ക്യാപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ നോക്കണം. ഒരു അരമണിക്കൂർ പോയി 15-20 മിനിറ്റ് അതിന് വേണ്ടി നമുക്കിവിടെ ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ലോഡ് ചെയ്യണ കസ്റ്റമറോടെ എത്തി. ഗൾഫ് ഓയിൽ എന്നാണ് കസ്റ്റമറുടെ പേര്. സ്ഥിരം ഇവിടെ തന്നെ ലോഡിങ് കേട്ടോ. പല ഭാഗത്തേക്കായിട്ട് ലോഡിങ് ഉണ്ട്. സ്ഥിരം നമ്മുടെ കസ്റ്റമർ, ഞാൻ ജോലി ചെയ്യുന്ന കസ്റ്റമറുടെ പേരാണ് ഗൾഫ് ഓയിൽ. എൻ്റെ കമ്പനി പേര് ട്രൈസ്റ്റാർ. എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടിയോടെ അവസാനിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടിയിൽ ലോഡിങ് കഴിഞ്ഞത് വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 വണ്ടിയുണ്ട്. എൻ്റെ ഇൻസ്പെക്ഷൻ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ള നാളേക്കാണ്. അതുകൊണ്ട് ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ വീട്ടിൽ പോകണം. നാളെ ഇവിടെ 9:30 വന്നിട്ട് കസ്റ്റംസിൽ 10 മണിക്ക് പോകണം. 10 മണിക്കാണ് എൻ്റെ ഇൻസ്പെക്ഷൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ബൈ. ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്നലത്തെ എൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്നലത്തെ ട്രിപ്പ് ഞാൻ തന്നെ ലോഡിങ്ങിന് പോയിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻ ഒന്നും കഴിഞ്ഞില്ല. കസ്റ്റമർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുള്ള എന്നൊക്കെയാണ്. ഇന്ന് 10 o'clock കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാരണം ഇന്നലെ ഫുജറ പോയില്ല. ഇന്ന് ആ ട്രിപ്പ് നിന്നാണ് എനിക്ക് ഫിനിഷ് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും ആ ട്രിപ്പിന് ഇൻസ്പെക്ഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും വഴിയെ പറയാം. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ട്രിപ്പ് 18ാം തീയതി ലോഡ് ചെയ്തതാണ് കേട്ടോ. 18ാം തീയതി ലോഡ് ചെയ്ത് എനിക്ക് അന്ന് ഇൻസ്പെക്ഷൻ ടൈം കിട്ടിയില്ല. ഇന്നലെ ഇൻസ്പെക്ഷൻ ടൈം കിട്ടി. ഇന്നലെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ഫുജറ സീപോർട്ടിൻ്റെ മുന്നിലാണ് ഈ കിടക്കുന്നത്. ഈ കാണുന്നതാണ് ഫുജറ സീപോർട്ടിൻ്റെ എൻട്രി.
നമുക്ക് പരിമിതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒക്കെ എടുക്കാനില്ല. അവിടുത്തെ ക്യാമറ അതുപോലെ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ആ ബാർജ് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത് ഡെലിവറി കൊടുക്കാൻ പോകാൻ. ഏകദേശം ഈവനിങ് ആവാൻ തോന്നുന്നുണ്ട്. ഞാൻ വരും വഴിക്കുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം അത് പല വീഡിയോയിലും വരുന്ന വഴിയുടെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കേട്ടോ. അതുമാതിരി ജബലി കസ്റ്റമിലേക്ക് പോണ ആ ഭാഗം ഞാൻ മുന്നേത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഇവിടുത്തെ വീഡിയോ ഇടാറുണ്ട് ഞാൻ, പക്ഷേ ഇന്നത്തെ ബാർജിൻ്റെ ഡിഫറൻറ്റ് ബാർജ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. നമുക്ക് വീഡിയോയ്ക്ക് ഒരു പരിമിതിൻ്റെ ഈ പോർട്ടലിലൊക്കെ എല്ലാ പോർട്ടലും അങ്ങനെ തന്നെയാണ്. ഒളിച്ചും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വഴി പറയാം. ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജ് ഇത്തിഹാദ് റെയിൽവേയുടെ കേട്ടോ. ഇതിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫുജറ സീ പോർട്ടിലേക്ക് വന്നിട്ടുള്ള ലൈനാണ്. ഈ ബ്രിഡ്ജ് പോണത് അറ്റം വരെ അബുദാബി വരെയാണ്. ഇതിന് മൊത്തം ഗൾഫ് കണ്ടിലേക്ക് ഇതിൻ്റെ ലിങ്ക് പോകുന്നു പറയണ കേൾക്കാണ്ട് അതിനെ പറ്റി അറിയില്ല. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും ഇത്തിഹാദ് റെയിൽവേയുടെ ഇതേപോലത്തെ ചില സ്ഥലങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെലിവറി കൊടുക്കേണ്ട ബാർജ് ഇതാണ് കേട്ടോ. ഞങ്ങൾ 3 വണ്ടിയുണ്ട്, 2 വണ്ടി തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്. എനിക്ക് ഞാൻ കൊടുത്ത പ്രോഡക്റ്റ് എടുക്കാൻ കുറച്ച് ലേറ്റായി, കാരണം അവരുടെ ടാങ്ക് ഫുള്ളായിരുന്നു. പിന്നെ കടലിൽ ഡീസൽ അടിച്ചു കൊടുക്കുന്ന പമ്പ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ആദ്യമായിട്ട് അതേ കാണാൻ ബ്ലോക്കിൻ്റെ പേര് കണ്ടില്ലേ. ഇത് ചെറിയൊരു ബോട്ടിലേക്കും ഇതേപോലത്തെ ബാർജിലേക്കും ഡീസൽ ഫില്ല് ചെയ്യാനും പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്റ്റേഷനാണത്. അപ്പോൾ നമ്മുടെ എൻ്റെ ഈ 3 ദിവസത്തെ ട്രിപ്പ് അവസാനിച്ചിട്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഈ ട്രിപ്പ് ഇത്തിരി ലേറ്റായി, ലോക്കൽ ട്രിപ്പാണെങ്കിൽ പോലും ഫുജറക്കുള്ള ട്രിപ്പായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വീടിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അവിടെ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ചെറിയ ട്രിപ്പ്, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടോളോ, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ. ഫുജറക്കുള്ള ട്രിപ്പായിരുന്നത്, ഡിഫറൻറ്റ് ബാർജ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം ശേഷം ട്രക്ക് വീട് ഇടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിഫറൻറ്റ് ബാർജിലേക്കാണ് ഡെലിവറി, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടോളോ, എന്നെ സപ്പോർട്ട് ചെയ്തോളോ, സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, കമൻറ്റ് ഇട്ടോളോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതായിരിക്കും. സീ യു, ബൈ ബൈ.